ഇതിപ്പോൾ അന്നൊരു 3 മാസം കഴിച്ച പിന്നെ എനിക്ക് ഈ ഒരു ഇതായിട്ട് വന്നിട്ടേ ഇല്ല. 12 വർഷത്തിന് മേളിലായി മാറിയിട്ട് കംപ്ലീറ്റ്. എൻ്റെ വൈഫിന് അസുഖം വന്നപ്പോഴും, എൻ്റെ മദർലോയ്ക്ക് അസുഖം വന്നപ്പോഴും, എൻ്റെ മോക്ക് അസുഖം വന്നപ്പോഴും, എനിക്ക് അസുഖം വന്നപ്പോഴും ഞങ്ങൾ ഓരോരുത്തരെ മാത്രമല്ല, അത് ആ കുടുംബത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ താളം തെറ്റിച്ചായിരുന്നു. അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇത് ടാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത് ഡോക്ടർ ശ്രീല തന്നെയാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 50 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള പല മാനുഫാക്ചേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. അതുകൊണ്ട് ക്ലയൻസിന് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ശരിക്കും ഒരു കൗൺസിലർ, ഒരു ഫാമിലി കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു വ്യക്തി, ഒരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ, ഒരു സൈക്യാട്രിസ്റ്റ്, ഇങ്ങനെ ഒരു ടീം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ ശ്രീലയും ശ്രീല എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും എനിക്കതിന് നന്ദിയുണ്ട്. അവരെല്ലാം സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ അമ്മ അവിടെ നിന്ന സമയത്ത് നോക്കിയായിരുന്നു. നമസ്കാരം, ഐശ്വര്യയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നിയിലെ പ്രശസ്തമായ രവീന്ദ്ര ഹാർഡ്വെയർസ് എന്ന സ്ഥാപനത്തിലാണ്. അതിൻ്റെ ഓണർ സതീഷ് 10 വർഷം മുമ്പ് എൻ്റെ അടുത്ത് അലർജിയും തുമ്മലും മറ്റു പ്രശ്നങ്ങളുമായിട്ട് ചികിത്സയ്ക്ക് വന്നിരുന്നു. ആ രോഗത്തിന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ റാന്നി സ്വദേശിയാണ്. റാന്നിയിൽ രവീന്ദ്ര ഹാർഡ്വെയർസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. ഞാൻ ഒരു 6-7 വർഷം എറണാകുളത്ത് ജോലിയായിരുന്നു. അപ്പം അവിടുത്തെ ജോലിയുടെ രീതി നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും ഈ ജോലിയുടെ ഇത് ആരോഗ്യക്കുറവും പിന്നെ ഇതൊക്കെ കൊണ്ട് പൊടിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അലർജിക് ആസ്മ എന്നാണെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞത്. പൊടിയടിക്കുമ്പോൾ ചെസ്റ്റ് എല്ലാം കൂടെ അങ്ങ് ഇടുങ്ങുകയും പിന്നെ മുഖത്തിൻ്റെ ഭാഗത്തെല്ലാം ഭയങ്കരമായിട്ട് കൺജഷനും ശ്വാസം മുട്ടുക, പിന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കുക, സ്പ്രേ അടിക്കുക, അത് റൊട്ടീനായിരുന്നു. അങ്ങനെ പോയാലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വരും. ഒരു 4-5 ദിവസം ഈ അസുഖമായിട്ട് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞു എറണാകുളത്ത് നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് 2006 റാന്നിയിൽ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാണ് രവീന്ദ്ര ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞ് അവിടെ വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് അത് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ ഇതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ്. നല്ലപോലെ പൊടിയുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ജോലിയെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി, ഫാമിലിയെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് കുട്ടികളായി, നമ്മുടെ ഡേ ടു ഡേ റൊട്ടീനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ, എൻ്റെ ഫ്രണ്ടുണ്ട് വിപിൻ, ആയുർശ്രീയിൽ പത്തനാപുരത്തെ. അപ്പോൾ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ള പരിചയം, പേഴ്സണൽ കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസും ബിസിനസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ബുദ്ധിമുട്ട് അവനോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഒരു ദിവസം അവിടെ വാ, നമുക്ക് ഡോക്ടർ ശ്രീലയുണ്ട് ആയുർശ്രീയിൽ, ശ്രീലെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ കുറച്ച് മരുന്ന് കഴിച്ചു. എന്നോട് ആദ്യമേ ശ്രീല പറഞ്ഞിരുന്നു ഒരു 3 മന്ത്സോളം കഴിക്കണം, അത് റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനത് വില്ലിങ് ആയിരുന്നു, കാരണം എനിക്കതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മരുന്ന് കഴിച്ചു. പിന്നെ എനിക്ക് ടെക്നിക്കലായിട്ടൊന്നും പറയാനറിയില്ല, പക്ഷേ ഇത് ഞാൻ പൊടിയടിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാധാരണ ആൾക്കാരെ പോലെ തുമ്മാൻ തുടങ്ങി. തുമ്മിയും ചീറ്റിയും ഒരു അരമണിക്കൂറിനകത്ത് അതങ്ങ് പോകും. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അതുണ്ടാക്കില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കണമായിരുന്നു. ഒരു 4-5 ദിവസം ഇങ്ങനെ പോകും. പൊടിയടിച്ച് കഴിഞ്ഞ് തുടങ്ങി ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൺജഷന്, ചെസ്റ്റ് എല്ലാം കൂടെ നല്ലപോലെ പിടിച്ച് കെട്ടി, പിന്നെ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പാടായിരിക്കും, ആവി പിടിക്കും. എന്നാലും ഈ ബ്രീത്തിങ് ഭയങ്കര പാടാണ്. രാത്രിയാകുമ്പോൾ ഉറക്കത്തിലാണ് നമ്മളിത് അഫക്റ്റ് ചെയ്യുന്നത്. ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ്, നമ്മൾ ഈ ശ്വാസം കിട്ടാത്തതുകൊണ്ടായിരിക്കും ചുമച്ച് എടുക്കാൻ തുടങ്ങും, ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. ഇപ്പം ചുമയാണെന്ന് വിചാരിച്ച് ചുമയുടെ മരുന്ന് ഒത്തിരി കഴിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റേജാണ് ഇൻഫെക്ഷൻ ആവും, പിന്നെ പനി വരും, ആൻറ്റിബയോട്ടിക് കഴിക്കും. അതങ്ങനെ ഒരു റുട്ടീനായിരുന്നു. ഉറക്കം ശരിയാകത്തേ ഇല്ല. കാരണം എനിക്ക് പലപ്പോഴും എനിക്ക് ഫുൾ നൈറ്റിലെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ കിടക്കുവാണോ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചാൽ ഉറക്കമാണ്. എന്നാൽ രാത്രിയിലെ കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റേജിൽ. അപ്പം എന്നോട് ഇപ്പം റീസെൻ്റ്ലി പലപ്പോഴും ഡോക്ടറോടൊക്കെ ചോദിക്കുമ്പോഴാണ്, ശ്രീല ഡോക്ടറോട് ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് പറഞ്ഞു തന്നത്, നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ഇല്ല, ഇത് നമ്മുടെ സ്ലീപ്പിനെ നല്ലപോലെ അഫക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ അത് സോൾവായി. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു അസുഖം മാറിയെന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞില്ല. കാരണം എനിക്കത് നോർമൽ ആൾക്കാരെ പോലെ ഞാൻ തുമ്മാനും ചീറ്റാനും ഒക്കെ തുടങ്ങി. പിന്നെ ഇത് ഡൈജഷനെയും ബാധിക്കുമായിരുന്നു ഇത് ഭയങ്കരമായിട്ട്. അതെല്ലാം മാറി നോർമൽ ഡൈജഷനായി, കാര്യങ്ങളെല്ലാം നോർമൽ ഇതിലോട്ട് തന്നെ മാറി.
ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫാൻ ഇടും. അപ്പം തണുത്ത കാറ്റ് തലയിലോട്ട് അടിച്ചുകൊണ്ട് 7, 8, 9 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും. അതുപോലെ പൊല്യൂഷനുള്ള സിറ്റീസിൽ എറണാകുളം ടൗണിൽ കൂടെ ചിലപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു 2-3 ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതി, പിന്നെ നമ്മൾ തുമ്മാൻ തുടങ്ങും. ഒരു ഡോക്ടറെ കണ്ടു, പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അലർജിക്ക് ആസ്മയാണ്. അങ്ങനെ പോയി കണ്ട് പുള്ളിക്ക് പ്രശ്നം വരുമ്പോഴെല്ലാം പുള്ളിയെ കണ്ട് മരുന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി പ്രിക്കോഷനായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മറ്റേ ഒരു സ്പ്രേ തന്നു. പിന്നീട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ സ്പ്രേ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു മാസം അങ്ങനെ അങ്ങാണ്ട് അതിൽ കൂടുതൽ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കാരണം ലോവർ ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റിറോയിഡ്സ് ആണ് ഈ സ്പ്രേയിലുള്ളത്. അതുകൊണ്ട് ലോങ് ടൈമിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് വേറൊരു ഡോക്ടർ പറഞ്ഞു. പുള്ളി ജനറൽ ഫിസിഷ്യൻ ആയിരുന്നു, ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. പുള്ളിയുടെ മരുന്ന് അത് കഴിഞ്ഞപ്പം പുള്ളിയുടെ മരുന്ന് കുറച്ച് നാൾ കഴിച്ചു, അതേ ഉള്ളൂ. ഇപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി ഇതുണ്ടാവും. പക്ഷേ ഈ നോർമൽ, എൻ്റെ അന്നത്തെ മെയിനായിട്ടൊരു പ്രശ്നം, നമ്മൾ ഈ നോർമൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പൊടിയടിക്കുമ്പോൾ തുമ്മുക എന്നുള്ള പരിപാടി എനിക്കില്ല. പൊടിയടിച്ചു കഴിഞ്ഞാൽ അല്ല പുകയടിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റ് എല്ലാം കൂടെ അങ്ങ് കൺജസ്റ്റഡ് ആവും. പിന്നെ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ചപ്പോൾ എന്നോട് പിന്നെ പറഞ്ഞു തന്നത് ഈ ബ്രീത്തിങ് ശരിയാകാത്തതുകൊണ്ട് ചുമച്ച് ശരീരം ഓക്സിജൻ എടുക്കാൻ നോക്കുന്നതാണെന്ന് പറഞ്ഞു. അതൊക്കെ കംപ്ലീറ്റ്ലി മാറി. അത് കഴിഞ്ഞ് ഞാനിപ്പം വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇച്ചിരി ഫിസിക്കലായിട്ടുള്ളത്, ജിമ്മിൽ പോകുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്. നടക്കും 5, 6, 7 കിലോമീറ്റർ നടക്കും, ഒരു കുഴപ്പമില്ല. നോർമൽ ഫിസിക്ക് തന്നെയാണ്. എറണാകുളത്തുള്ള 6 വർഷം ഞാൻ ഈ അസുഖം കൊണ്ട് നടന്നു. കാരണം എനിക്കത് നോർമലി ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അന്നേരം എനിക്കത് വലിയ ഇഷ്യൂ അല്ല, ആരെയും ഇതുണ്ട്. അത് കഴിഞ്ഞ് വൈഫ് വന്നു, കല്യാണം കഴിഞ്ഞു. അപ്പോഴും അവൾ സഫർ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഓരോ കാര്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പോൾ ഈ ചുമച്ചു ഒക്കെ പോവുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞിന് അസുഖം വന്ന് രാത്രി പനിച്ച് കിടക്കുമ്പം എനിക്കും ഹെൽത്തില്ല. എൻ്റെ ചുമയാണോ കുഞ്ഞിന് പനിയായിട്ട് വരുന്നത്, അല്ല കുഞ്ഞിന് പനിയും ജലദോഷം വരുന്നതെന്നുള്ള പേടിയുണ്ടാവും. ഇത് പിന്നെ പേടിയുണ്ട്. ഈ ചുമ എപ്പോഴും ഉണ്ടാകുന്നത് ഈ ചിലരിപ്പോൾ പെട്ടെന്ന് പറയും ഈ ആസ്മയുടെ ലക്ഷണമാണെന്ന് പറയും. ഈ ഫിയർ എപ്പോഴും ഉണ്ടല്ലോ. ഇതിപ്പോൾ അന്നൊരു 3 മാസം കഴിച്ച പിന്നെ എനിക്ക് ഈ ഒരു ഇതായിട്ട് വന്നിട്ടേ ഇല്ല. 12 വർഷത്തിന് മേളിലായി മാറിയിട്ട് കംപ്ലീറ്റ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അസുഖങ്ങളുണ്ടാവും. നമുക്ക് വരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വരും. അത് ടാക്കിൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മളൊരാൾക്ക് അസുഖം വന്നാൽ അവർ മരുന്ന് കഴിച്ചാൽ മാറുമെന്നുള്ളതായിരുന്നു എൻ്റെ അനുഭവം. പക്ഷേ അതിൽ മറ്റുള്ളവർക്കും റോളുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ആയുർശ്രീയിലെ ഡോക്ടർ ശ്രീയിലെ ഡോക്ടറുടെ ഹസ്ബൻഡ് വിപിന്, പിന്നെ ആയുർശ്രീയുടെ ടീം, ഹോസ്പിറ്റലിലെ ടീം, ഇത്രയും പേരാണ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച്. കാരണം എനിക്ക് എൻ്റെ സ്ട്രഗിളിൽ എൻ്റെ വൈഫിന് അസുഖം വന്നപ്പോഴും, എൻ്റെ മദർലോയ്ക്ക് അസുഖം വന്നപ്പോഴും, എൻ്റെ മോക്ക് അസുഖം വന്നപ്പോഴും, എനിക്ക് അസുഖം വന്നപ്പോഴും ഞങ്ങൾ ഓരോരുത്തരെ മാത്രമല്ല, അത് ആ കുടുംബത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ താളം തെറ്റിച്ചായിരുന്നു. അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇത് ടാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത് ഡോക്ടർ ശ്രീല തന്നെയാണ്. ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനുവേണ്ടി ഇത്രയും സമയമെടുത്ത ഡോക്ടർ ശ്രീലയ്ക്കും ടീമിനും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളുടേതൊരു 1969 എൻ്റെ അച്ഛനാണ് ഈ സ്ഥാപനം തുടങ്ങി വെക്കുന്നത്. 2006 ഞാൻ അച്ഛനോടൊപ്പം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ഹാർഡ്വെയർ, അതേപോലെ ടൂൾസ്, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, ഈ ചെറിയ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള നട്ട് ബോൾട്ടുകൾ, ബെയറിങ്, ഗ്രീസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഹാൻഡ് ടൂൾസ്, ഈ പല ട്രേഡിലുള്ള പണിക്കാർക്ക് ആവശ്യമുള്ള ഹാൻഡ് ടൂൾസ്, പിന്നെ പവർ ടൂൾസ് ഉണ്ട്, മെഷീനറികൾ, ഇലക്ട്രിക്കൽ പവർ ടൂൾസ് ഉണ്ട്, കാർപ്പൻറ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ളവർക്കുള്ള പവർ ടൂൾസ്, അതിൻ്റെ സർവീസ്, സ്പെയർ പാർട്സ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 50 വർഷം ആയി ഇത് തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 50 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള പല മാനുഫാക്ചേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. അതുകൊണ്ട് ക്ലയൻസിന് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ് അവർക്ക്. അച്ഛനുണ്ട്, അമ്മയുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ സംസാരിച്ചത്, ഞാൻ ഭയങ്കര ബോൾഡാണ്, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നോളാം, എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിച്ചത്. അപ്പോൾ ഞങ്ങളത് വിചാരിച്ചു, ഞങ്ങളൊരു 10-15 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ പോലും ഞങ്ങൾ വിചാരിച്ചു അമ്മ ഇത്രയും ബോൾഡാണല്ലോ, ഓക്കെ അമ്മ ഹാൻഡിൽ ചെയ്തോളും എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ ആ പുറത്ത് കാണിച്ച ധൈര്യത്തിൻ്റെ പുറകിൽ വലിയൊരു ഫിയർ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. ആ ഭയം അമ്മയെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. പുറത്താരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അമ്മ ഒരു വാതിൽ കൊട്ടിയടച്ച് ഒരു വീട്ടിനകത്ത് തന്നെ ഇരുന്ന്, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കില്ല,
വെറുതെ വെള്ളം കുടിക്കുക, അത് മതി എനിക്ക്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി എനിക്കൊരു ദിവസം ജീവിക്കാൻ, ഞാൻ എൻ്റെ ധൈര്യം കൊണ്ട് ജീവിക്കും, എനിക്കാരും വേണ്ട, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും എന്ന് പറയുമ്പോൾ പോലും നമ്മൾ വരണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത എനിക്ക് ആ പ്രായത്തിലില്ലായിരുന്നു. എനിക്ക് ഐ വാസ് യങ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞങ്ങൾ കാണുമ്പോൾ അമ്മ ഞങ്ങളോട് നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു നെയ്ബേഴ്സ് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അമ്മ ഇങ്ങനെ വെളിയിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റ് അനുഭവമാണ്. അമ്മ പറയുന്നതല്ല അമ്മ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. അപ്പം അങ്ങനെയാണ് ഞാൻ ശ്രീലയെ വിളിച്ചു. ഒരു ദിവസം ശ്രീല വന്നു. എൻ്റെ ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്ററെ പോലെ ശ്രീല ആ വീട്ടിൽ വന്നു. അമ്മയോട് സംസാരിച്ചു, ഞങ്ങൾ സംസാരിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, ആ ലോൺലിനെസ് അമ്മയ്ക്ക് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് ശ്രീലയുടെ ഹോസ്പിറ്റലിൽ തന്നെ ശ്രീല കൂടെ കൊണ്ട് നിർത്തി ഒരു സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ തന്നെ നോക്കി ട്രീറ്റ്മെൻറ്റും ചെയ്തു. അമ്മയ്ക്ക് ആവശ്യമുള്ള ധൈര്യങ്ങൾ കൊടുത്തു. അങ്ങനെ എനിക്കൊരു കുറച്ച് നാളെടുത്തു, 1 വർഷത്തിന് മേളിലെടുത്തു ആ എഫേർട്ട്. പക്ഷേ അതിനുശേഷം ഇന്ന് ഒരു സാധാരണ ഒരു വ്യക്തി, എല്ലാ അസുഖങ്ങളുണ്ട്, ഡയബറ്റിക്കാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്ന അതേ ഒരു ജീവിതം ഇന്ന് എൻ്റെ മദറിലോ ജീവിക്കുന്നുണ്ട്. കാരണം നമുക്കത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ പല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ വൈകിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇറങ്ങത്തില്ല. അവൾക്കറിയാം അവളുടെ അമ്മ പട്ടിണിയാണ്. എന്നാൽ ഒരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ട്. പക്ഷേ അവൾക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇമ്പാക്റ്റ് കുറച്ച് നാളോളം ഞങ്ങൾ അനുഭവിച്ചതാണ്. അങ്ങനെ ഈ ഒരു ശരിക്കും ഒരു കൗൺസിലർ, ഒരു ഫാമിലി കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു വ്യക്തി, ഒരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ, ഒരു സൈക്യാട്രിസ്റ്റ്, ഇങ്ങനെ ഒരു ടീം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ ശ്രീലയും ശ്രീലയെ എല്ലാ സപ്പോർട്ടിങ് സ്റ്റാഫിനും എനിക്ക് അതിന് നന്ദിയുണ്ട്. അവരെല്ലാം സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ അമ്മ അവിടെ നിന്ന സമയത്ത് നോക്കിയായിരുന്നു.